ശതമാനം അറിയുന്ന എന്നെപ്പറ്റി ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ഷിയ എന്ന് പറയുന്നുണ്ടെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ അവിടെ ഉള്ള പിന്നെ മുഹമ്മദ് ഷാ തങ്ങളോ അതല്ലെങ്കിൽ അതിന് ശേഷം ഇഷ്തിയാഖ് ഷാ തങ്ങളോ ഇവരെ പറ്റിയൊക്കെ ഷിയ ആരോപണം ഉന്നയിച്ചാൽ നമുക്ക് എന്തടിസ്ഥാനത്തിലാണെന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായി. പക്ഷെ അത്തരത്തിലുള്ള പല ആരോപണങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പിന്നെ സെയ്ദ് അലി ഫൈസിയെ പറ്റി നന്നായിട്ട് എഴുതിയിട്ടുള്ള ഉമർ ഖാദി അല്ലേ, ഉമർ ഖാദി എന്നവർ അവിടെ ചെന്നിട്ട് തങ്ങളുടെ കൂടെ താമസിച്ചിട്ട്, അതുപോലെ തന്നെ മമ്പർ തങ്ങൾ ചെന്നിട്ട് തങ്ങളുടെ താമസിച്ചിട്ട് അവരെ പറ്റി മനസ്സിലാക്കിയിട്ട് യഥാർത്ഥത്തിലുള്ള തരീഖത്താണ് ഇവരുടേത്, ഇവർ ഖാദിരിയ തരീഖത്ത് ചിശ്തിയ തരീഖത്തിൻ്റെ ആളുകളാണ്, ഇവർ മറ്റുള്ള ഇതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ അവരെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളൊക്കെ നിഷേധിച്ച് അവരുടെ കൂടെ ഭക്ഷണം കഴിച്ച് പരസ്യമായിട്ട് സംഭവങ്ങളൊക്കെ നടന്നിട്ടില്ലേ. പക്ഷേ ചില ഫത്വകളൊക്കെ വന്നു, അത് തെറ്റിദ്ധരിപ്പിച്ചു കാരണമാവാം, തെറ്റിദ്ധരിപ്പിച്ചത് കാരണമായിരിക്കും. ചില പണ്ഡിതന്മാരൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ മാതിരി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വലിയ സൗകര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും ചെന്നുകാണ്ട് വിശ്വസ്തരായിട്ടുള്ള ആരെങ്കിലും ചെന്നുകാണ്ട് പറഞ്ഞാൽ അപ്പോൾ അത് അവരെ